കേന്ദ്ര സർക്കാർ പാസഞ്ചർ കാറുകളുടെ ചരക്ക് സേവന നികുതി വെട്ടിക്കുറച്ചതിന് പിന്നാലെ കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നിരവധി ആഭ്യന്തര വിദേശ ബ്രാൻഡുകൾ സെപ്റ്റംബർ 22-ന് GST-2 പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യക്കാർ മൊത്തം കാത്തിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുടെ ഉൽപ്പന്നങ്ങൾക്ക് എത്ര കണ്ട് വില കുറയും എന്നറിയാൻ തന്നെയാണ്. സസ്പെൻഷനുകൾക്ക് വിരാമമിട്ട് മാരുതി സുസുക്കി തങ്ങളുടെ കാറുകളുടെ പുതുക്കിയ എക്സ് ഷോറൂം വില പുറത്തുവിട്ടിരിക്കുകയാണ്. ഓട്ടോ കാറാണ് മാരുതി കാറുകളുടെ പുതുക്കിയ വില പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകൾ ഉൾക്കൊള്ളുന്ന മോഡൽ നിര മാരുതിയുടെ ആയതിനാൽ തന്നെ ഈ പറയാൻ പോകുന്നവരിൽ അവരുടെ SUVകളുടെ വില മാത്രമാണ് പറയുന്നത്. വേരിയന്റുകളെ ആശ്രയിച്ച് 30,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് കുറയുന്നത്. പുതിയ വിലകൾ 2025 സെപ്റ്റംബർ 22 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. മാരുതിയുടെ ജനപ്രിയ SUVകളുടെ പുതിയ വിലകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തേത് മാരുതി ഫ്രോങ്സ് ആണ്. ബെലനോയെ അടിസ്ഥാനമാക്കിയുള്ള ക്രോസ് ഓവർ SUVക്ക് 1,11,000 രൂപയാണ് വില കുറച്ചിരിക്കുന്നത്. മാരുതി SUV നിരയിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ഫ്രോങ്സിന് തന്നെയാണ്. ഫ്രോങ്സിന്റെ ഉയർന്ന നിലവാരമുള്ള ടർബോ പെട്രോൾ വേരിയന്റുകൾക്ക് 1,11,000 രൂപ വരെയാണ് കുറച്ചിരിക്കുന്നത്. എൻട്രി ലെവൽ ട്രിമ്മുകളായ 1.2 സിഗ്മ, ഡെൽറ്റ പോലുള്ളവർ വാങ്ങുന്നവർക്ക് 65,000 മുതൽ 73,000 രൂപ വരെ ലാഭിക്കാൻ സാധിക്കും. അതേസമയം 1.0 ടർബോ MHEV സീറ്റ AT വേരിയന്റ് ഇപ്പോൾ 11 ലക്ഷത്തിന് വാങ്ങാൻ സാധിക്കും. ഇതിന്റെ വില 1,03,000 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. അടുത്തത് മാരുതി ബ്രസ്സയാണ്. സബ് 4 മീറ്റർ SUVയുടെ പെട്രോൾ CNG വേരിയന്റുകൾക്ക് 30,000 രൂപ മുതൽ 48,000 രൂപ വരെയാണ് കുറയുന്നത്. ബേസ് LXI 1.5 ലിറ്റർ MT വേരിയന്റിന് വില 30,000 രൂപ കുറഞ്ഞ് ഇപ്പോൾ 8,39,000 രൂപ ആയിരിക്കുകയാണ്. ഏറ്റവും ഉയർന്ന വിലക്കുറവ് ലഭിച്ചിരിക്കുന്നത് SH ZXi പ്ലസ് 80 വേരിയന്റിന് തന്നെയാണ്. 48,000 രൂപ കുറഞ്ഞതോടെ ഇതിന്റെ വില 13.5 ലക്ഷം രൂപയായിട്ട് മാറിയിരിക്കുകയാണ്. അടുത്തത് മാരുതി ജിംനിയാണ്. ലൈഫ് സ്റ്റൈൽ SUVക്ക് 44,000 മുതൽ 52,000 രൂപ വരെയാണ് കുറഞ്ഞിരിക്കുന്നത്. 44,000 രൂപ കുറഞ്ഞതോടെ ബേസ് സീറ്റ MG വേരിയന്റിന്റെ വില 12,32,000 രൂപയായി മാറിയിരിക്കുകയാണ്. ടോപ്പ് സ്പെക്ക് ആൽഫ AT വേരിയന്റ് വാങ്ങുന്നവർക്ക് ഇനി മുതൽ 52,000 രൂപ കുറച്ചു കൊടുത്താൽ മാത്രം മതി. 5 ഡോർ SUVയുടെ ടോപ്പ് സ്പെക്ക് വേരിയന്റിന്റെ പുതിയ വില 14,29,000 രൂപയാണ്. അടുത്തത് മാരുതി ഗ്രാൻഡ് വിറ്റാരയാണ്. കോമ്പാക്ട് SUVയുടെ മൈൽഡ് ഹൈബ്രിഡ്, സ്ട്രോങ് ഹൈബ്രിഡ് CNG വേരിയന്റുകൾക്കെല്ലാം GST പരിഷ്കരണത്തിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. വേരിയന്റുകൾക്കനുസരിച്ച് 36 മുതൽ 68,000 രൂപ വരെയാണ് SUVക്ക് കുറഞ്ഞിരിക്കുന്നത്. ആൽഫ പ്ലസ് OAT ഓൾ ഗ്രിപ്പ് വേരിയന്റ് ആണ് ഏറ്റവും കൂടുതൽ വിലക്കുറവ് ഉള്ളത്. 68,000 രൂപ കുറഞ്ഞതോടെ ഈ വേരിയന്റ് ഇനി മുതൽ 18,96,000 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. ഏകദേശം 39,000 മുതൽ 43,000 രൂപ വരെയാണ് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയുടെ മുഖമുദ്രയായ സ്ട്രോങ് ഹൈബ്രിഡ് ECVT പതിപ്പുകൾക്ക് കുറച്ചിരിക്കുന്നത്. വില കുറഞ്ഞതോടെ അത്യന്തം മത്സരം നിറഞ്ഞ സ്വന്തം സെഗ്മെന്റിൽ ശക്തമായി തിരിച്ചു വരാൻ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ആത്മവിശ്വാസം ധാരാളമാണ്. അടുത്തത് മാരുതി ഇൻവിക്ടോ ആണ്. ടൊയോട്ടോ ഇന്നോവ ഹൈക്രോസിന്റെ മാരുതി റീബാഡ്ജ് പതിപ്പായ ഇൻവിക്ടോയ്ക്ക് 54 മുതൽ 61,000 രൂപ വരെയാണ് കുറയുന്നത്. അതേസമയം ആൽഫ പ്ലസ് 7 സീറ്റർ വേരിയന്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ വില കുറയുന്നത്. 61,000 രൂപ കുറഞ്ഞതോടെ ഈ വേരിയന്റിന് ഇനി 28,61,000 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. സീറ്റ പ്ലസ് 7 സീറ്റർ 8 സീറ്റർ വേരിയന്റുകൾക്ക് ഇപ്പോൾ 54,000 രൂപയുടെ കുറവാണ് ലഭിക്കുന്നത്. സമീപകാലത്ത് ചെറു കാറുകളുടെ വിൽപ്പന കുറഞ്ഞപ്പോൾ മാരുതിയെ നിവർന്നു നിൽക്കാൻ സഹായിച്ചത് SUVകൾ തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന വില നിലവാരത്തിൽ എത്തിയതിനാൽ ഇപ്പോൾ പറഞ്ഞ പല മോഡലുകളുടെയും വിൽപ്പന ഈ ഉത്സവകാലത്ത് കുതിച്ചുയരാൻ സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വിലക്കുറവ് ലഭിച്ച ഫ്രോങ്സ് തേടി കൂടുതൽ ആളുകൾ എത്താൻ സാധ്യതയുണ്ട്. വിലയിൽ വന്ന മാറ്റം പൊതുവെ വിൽപ്പന മന്ദഗതിയിലായ ജിംനി, ഇൻവിക്ടോ എന്നീ മോഡലുകൾക്ക് ഉത്തേജനമാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്.